നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ അന്തിമ കുറ്റപത്രം ഉടൻ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. ഫോറൻസിക് റിപ്പോർട്ട് ലഭ്യമാകാത്തതിനാലാണ് കുറ്റപത്രം വൈകുന്നത് എന്നാണ് സർക്കാരിന്റെ നിലപാട്. കൂടാതെ സ്വമേധയായി എടുത്ത ഹർജിയിൽ കക്ഷി ചേർക്കണമെന്ന ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. വിവരങ്ങളുമായി രേഷ്മ ബാബു ഉണ്ട് കൊച്ചിയിൽ നിന്ന്. രേഷ്മ, അതായത് ഈ വിഷയത്തിൽ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ഹൈക്കോടതിയാണ് ഇപ്പോൾ ചെവിക്ക് പിടിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. രാഖി, നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരൻ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ നേരത്തെ ഹൈക്കോടതി തന്നെ ഒരു ഹർജി ഫയലിൽ സ്വീകരിച്ചിരുന്നു. ആ ഹർജി ഇന്ന് പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് കുറ്റപത്രം എന്ന് നൽകാനാകുമെന്ന കാര്യത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു വ്യക്തത തേടിയത്. പോലീസ് പറഞ്ഞിട്ടുള്ളത് ഫോറൻസിക് ലാബിന്റെ പരിശോധനാ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് ഇത്രയധികം കാലതാമസം ഉണ്ടാകുന്നതെന്നാണ് പോലീസ് ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി പിന്നീട് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്വമേധ എടുത്തിട്ടുള്ള ഹർജി ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഇന്ന് ഈ ഹർജിയിൽ കക്ഷി ചേരാനായിട്ട് ആവശ്യമുന്നയിച്ചുകൊണ്ട് അപേക്ഷ നൽകിയെങ്കിലും ആ അപേക്ഷ ഹൈക്കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. 2026 മെയ് മാസമാണ് നാടിനെ നടുക്കിയ ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. കുട്ടിയുടെ അമ്മ അഖിലയും അതോടൊപ്പം തന്നെ അഖിലയുടെ പങ്കാളിയായിട്ടുള്ള അഷ്കറുമാണ് പ്രതികൾ. ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഈ കുട്ടി ഇരയായിട്ടുണ്ട്. 91 മുറിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായത്. ആന്തരിക രക്തസ്രാവമാണ് മരണ കാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കേസിൽ അന്തിമ കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഏറ്റവും പുതിയതായിട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. ശരി രേഷ്മ, നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ മരണത്തിലാണ് ഉടൻ അന്തിമ കുറ്റപത്രം സമർപ്പിക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്ന് എത്തിയിരിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചെവിക്ക് പിടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.